ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ്. നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം അളക്കുന്ന പാത്രത്തിന് ഒരു അരക്കപ്പ് മൈദ, അരക്കപ്പ് ആട്ടപ്പൊടി, അരക്കപ്പ് അരിപ്പൊടി, ഇങ്ങനെ 3 പൊടികളാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ഇതിലോട്ട് ചെറിയ ജീരകം, ഏലക്കാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇത് മാവ് അധികം ലൂസാവാൻ പാടില്ല, ഇച്ചിരി കട്ടിയിൽ തന്നെ വേണം. ഞാനിതിലോട്ട് 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം ഞാൻ 2ആയിട്ട് മുറിച്ചെടുത്തു. നമുക്ക് 2ഓ 3ഓ ആക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. സാധാരണ നമ്മൾ വീട്ടിൽ മാത്രം കഴിക്കുമ്പോൾ ഞാനിതിനെ 2ആയിട്ട് അരിഞ്ഞിട്ട് പിന്നെ ഒരു 6 പീസെങ്കിലും ആക്കും. ഇതിപ്പം നടുവേ പിളർന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തു. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം ഈ മാവിലോട്ടിട്ട് നല്ലപോലെ മുക്കിയെടുക്കണം. നല്ലപോലെ കോട്ട് ചെയ്തെടുത്ത് അപ്പോഴത്തേക്ക് എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച എണ്ണയിലോട്ട് വേണം ഇത് ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ. നമ്മൾ ഈ പഴംപൊരി ചെയ്യുമ്പോൾ എണ്ണ നല്ല തിളച്ചിട്ട് തന്നെ ഉണ്ടാവണം. ഫ്ലെയിം കുറക്കാൻ പാടില്ല. നല്ല തിളച്ച എണ്ണയിലിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ, നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ മുരിച്ചെടുക്കണം.